بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون ബഹുമാന്യരായ വിശ്വാസിനികളെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം സൂക്ഷിച്ചവന്റെ കൽപ്പനാ നിരോധനങ്ങൾക്ക് കീഴ്പ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകളെ പരമാവധി പിന്തുടർന്ന് മുത്തഖികളായി ജീവിക്കാനും മരിക്കാനും ശ്രമിക്കുകയും നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യണം നമ്മൾ ഓരോരുത്തരും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ആമുഖമായി. അള്ളാഹു നമ്മെ അവൻ്റെ വിശിഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരാമുഖത്തിൻ്റെ ആവശ്യമില്ലാത്തവണ്ണം നമുക്കറിയാം നമ്മളൊരു പുതിയ ലോകത്താണ് ഇപ്പോഴുള്ളത് എന്ന്. ഒരു പുതിയ മനസ്സാണ്, ഒരു പുതിയ കാഴ്ചപ്പാടാണ്. ആ മനസ്സിൻ്റെ ഉള്ളിലുള്ള വികാരങ്ങൾ നമ്മുടെ കണ്ണുകളിൽ മുഖഭാവങ്ങളിലൊക്കെ തെളിഞ്ഞു നിൽക്കുന്ന കാലമാണ് റമദാൻ. യഥാർത്ഥത്തിൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നും നമ്മൾ ഇത്രകാലം ജീവിച്ചു വന്ന ശൈലിയിലും രീതിയിലും ഭാവത്തിലും രൂപത്തിലുമൊക്കെ എന്തെല്ലാം മാറ്റങ്ങളാണ് നമുക്ക് വരുത്തേണ്ടി വന്നത് എന്നും ഒരാൾ പറഞ്ഞു തരാതെ തന്നെ നമുക്കറിയാം. കഴിഞ്ഞ 5-6 ദിവസങ്ങളായി പഴയ നമ്മളല്ലാതായിരിക്കുന്നു നമ്മൾ. നമുക്കിപ്പോഴൊരു ചിന്തയുണ്ട്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ആ
പ്രാർത്ഥന ഇപ്പോൾ നമ്മുടെ മനസ്സിലുണ്ട്, ജീവിതത്തിലുണ്ട്. ഞങ്ങൾ അള്ളാഹുവിൽ നിന്ന് തുടക്കം കുറിച്ചവരാണ് യാത്ര. അള്ളാഹു തന്ന ഞങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും അള്ളാഹു അത് തന്നപ്പോൾ ഒരു തരത്തിലുള്ള മാലിന്യവും ഒരു തരത്തിലുള്ള കറയും പുരളാത്ത വിശുദ്ധമായ ശരീരവും മനസ്സുമായിരുന്നു. ഇനി ഞങ്ങൾ തിരിച്ചു ചെല്ലേണ്ടതും അതല്ലെങ്കിൽ ഈ യാത്രയുടെ അവസാനം അവിടേക്ക് തന്നെയാണ്. അതേത് സമയവുമാവാം. അവിടേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ ഞങ്ങളോട് ചോദിക്കുക, നമുക്ക് തന്നുവിട്ട ആ ശുദ്ധമായ ആത്മാവിനെയും ശരീരത്തെയുമാണ്. അത് നമ്മളിൽ നിന്ന് കുറേശ്ശെയായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരു തിരിച്ചുപിടിക്കലിൻ്റെ, തിരിച്ചറിവിൻ്റെ, ഒരു തിരിച്ചു നടത്തത്തിൻ്റെ കാലമായി ഒരു റമദാൻ കൂടി വന്നിട്ടുള്ളത് എന്ന് നമുക്ക് ഉറപ്പായും മനസ്സിലായിട്ടുണ്ട്. കഴിഞ്ഞ റമദാനിൽ ഇതേ പള്ളിയിൽ അല്ലെങ്കിൽ മറ്റു പള്ളികളിൽ നമ്മുടെ കൂടെ അവസാനത്തെ ജുമുഅയിൽ പങ്കെടുത്തിരുന്ന, നമ്മുടെ കൂടെ തോൾ ചേർന്ന് നമസ്കരിച്ചിരുന്ന, നമ്മളോടൊപ്പം എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂട്ടായി നേതൃത്വത്തിൽ വരെ ഉണ്ടായിരുന്ന ചിലരെങ്കിലും നമ്മുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ കൂട്ടുകാരിൽ നിന്ന് കൊഴിഞ്ഞു പോയിരിക്കുന്നു. അള്ളാഹു അവർക്ക് അവർ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അതിൻ്റെ ഏറ്റവും ഉത്തമമായ രൂപത്തിൽ കബൂൽ ചെയ്യുമാറാവട്ടെ. അവരിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ അള്ളാഹു മാപ്പാക്കി കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ. മറ്റൊരു വിഭാഗം ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും നോമ്പെടുക്കാൻ കഴിയാത്ത ശാരീരികമായ പ്രയാസങ്ങളിലാണ്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കേട്ടത്, നമ്മുടെ കോഡൂർ പള്ളിയുടെ എല്ലാമായിരുന്ന പ്രൊഫസർ അബൂബക്കർ സാഹിബ് കഴിഞ്ഞ വെള്ളിയാഴ്ച ബൈപ്പാസ് സർജറിക്ക് വിധേയരായി കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിലാണ്. അള്ളാഹു വേഗം ശിഫ നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഇവർക്കൊന്നും കിട്ടാത്ത ഒരു മഹത്തായ അവസരമാണ്. ഒരു പക്ഷേ ജീവിതത്തിലെ അവസാനത്തേതാവാൻ സാധ്യതയുള്ള അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ നിഅമത്തുകളിൽ ഒന്നാണ് റമദാൻ എന്നും അതിൽ ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കാൻ കഴിയുക എന്നത് പ്രിയപ്പെട്ടവർ ആദ്യം ഉൾക്കൊള്ളണം. ഇനിയൊരു റമദാൻ കിട്ടാൻ സാധ്യതയില്ല എന്നത് തിരിച്ചറിയുകയും വേണം. ത്വൽഹത്ത് ബിൻ ഉബൈദുള്ള റളിയല്ലാഹു അൻഹുവിൽ നിന്നാണെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു റിപ്പോർട്ട് നമുക്ക് സ്വഹീഹായത് കാണാം. രണ്ട് സഹോദരങ്ങൾ, ചുരുക്കി പറയാൻ ഞാൻ, രണ്ട് സഹോദരങ്ങൾ മരണപ്പെടുന്നു. രണ്ടുപേരും ഇസ്ലാം സ്വീകരിച്ചത് ഒന്നിച്ചാണ്. ഒരാൾ രക്തസാക്ഷിയായി. അപരൻ ഒരു വർഷം കൂടി ജീവിച്ചിരുന്നതിന് ശേഷം സ്വാഭാവികമായി മരണപ്പെട്ടു. രണ്ടുപേരും ഖിയാമത്ത് നാളിന് ശേഷം വിചാരണയിൽ വിജയികളായി. സ്വർഗപ്രവേശനത്തിനുള്ള അനുമതിയും ലഭിച്ചു. സന്തോഷചിത്തരായി രണ്ടുപേരും കൈകോർത്ത് പിടിച്ച് സ്വർഗകവാടത്തിലെത്തിയപ്പോൾ സ്വർഗകവാടത്തിൻ്റെ കാവൽക്കാരുടെ നേതാവ് റിദ്വാൻ അലൈഹിസ്സലാം അതിൽ ഒരാളുടെ പേര് വിളിച്ചു. ഒരാളുടെ പേര്. അയാൾ ആരാണ്? അപ്പോൾ അനിയനാണ് ആ പേര് വിളിച്ച ആള്, ആ പേരിൻ്റെ ഉടമസ്ഥൻ. എന്നാൽ നിങ്ങളകത്തേക്ക് കയറിക്കൊള്ളുക. സ്വാഭാവിക മരണം വരിച്ച ആൾക്ക് ആദ്യം സ്വർഗപ്രവേശനം ലഭിക്കുന്നു. അപ്പോൾ ജ്യേഷ്ഠൻ അന്താളിപ്പോടെ ഞാനോ എന്ന് ചോദിക്കുമ്പോൾ, താങ്കൾ സ്വർഗാവകാശി തന്നെയാണ്, പക്ഷെ അല്പം കൂടി കഴിയണം, പ്രവേശനം ഇതിനകത്തേക്ക് അനുവദിക്കണമെങ്കിൽ എന്ന് പറഞ്ഞു. അതോടുകൂടി ത്വൽഹയുടെ സ്വപ്നം അവസാനിച്ചു. അദ്ദേഹത്തിന് അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും അത് അംഗീകരിക്കാൻ കഴിഞ്ഞോളണം എന്നില്ല. ഇതിൻ്റെ ആഴത്തിലുള്ള വായന നടത്തുന്നത് വരെ എനിക്കും ഇത് അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ഞാനിതിങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ കഥ, സ്വപ്നം പിറ്റേ ദിവസം സുബഹി നമസ്കരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്തിന് ഇടയിൽ ഇരുന്നു കൊണ്ട് ത്വൽഹ റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു. സ്വഹാബത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല.
അവർ ചോദിച്ചു, നബി അതെന്താണ് അങ്ങനെ? ഷഹാദത്തിന് ഷഹീദിനേക്കാൾ വലിയ പദവിയോ? അയാളെക്കാൾ മുമ്പ് സ്വർഗാവകാശിയാവാൻ ഒരു സ്വാഭാവിക മരണം വരിച്ച ആൾക്ക് സാധിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പുഞ്ചിരിയോടുകൂടി നിസാരമായി ചോദിച്ചു, അതിലെന്താ തർക്കം? എന്താ അതിൽ നിങ്ങൾക്കൊരു സംശയത്തിന് കാരണം എന്താണ്? അപ്പോഴും അവർ പറഞ്ഞു, നബി അദ്ദേഹം രക്തസാക്ഷിയല്ലേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ത്വൽഹ, എൻ്റെ പ്രിയപ്പെട്ടവർ ഉൾക്കൊള്ളുകയും കുടുംബങ്ങൾക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് അവതരിപ്പിക്കുന്നത്. ത്വൽഹ, താങ്കളുടെ സ്വപ്നത്തിൽ ആ സ്വാഭാവിക മരണം വരിച്ചവൻ രക്തസാക്ഷിക്ക് ശേഷം 1 വർഷം കൂടി ജീവിച്ചിരുന്നു എന്നല്ലേ ഉള്ളത്? അതേ നബിയെ. അപ്പോൾ ആ 1 വർഷം കൂടി അയാൾ സൽക്കർമ്മങ്ങൾ ഇബാദത്തുകളിൽ മുഴുകി ആണല്ലോ ജീവിച്ചിട്ടുണ്ടാവുക? അതേ നബിയെ. മാത്രമല്ല ആ വർഷത്തിൽ അയാൾക്കൊരു റമളാൻ കൂടി കിട്ടിയിട്ടുണ്ടാകുമല്ലോ? ഉണ്ട് നബിയെ. അപ്പൊ പിന്നെ അയാൾ ആ റമളാനിൽ നോമ്പെടുക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ടാകുമല്ലോ? ഉണ്ടാകും നബിയെ. പിന്നെന്താണ് തർക്കം? 1 വർഷം കൂടുതൽ ജീവിച്ചിരിക്കാനും അതിലൊരു റമളാൻ കൂടി ആചരിക്കാനും കഴിഞ്ഞാൽ അയാൾക്ക് മറികടക്കാൻ പറ്റാത്ത പദവികളൊന്നുമില്ല പ്രിയപ്പെട്ടവരെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. ഇനി നമ്മൾ ആലോചിക്കുക, ഞാൻ ആദ്യം പറഞ്ഞ 2 വിഭാഗം ആളുകൾ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരും രോഗം കൊണ്ട് നോമ്പെടുക്കാൻ കഴിയാത്തവരുമായ ആളുകൾക്കിടയിൽ നിന്ന് റബ്ബ് അനുഗ്രഹിച്ച് തന്ന നിഅമത്തിന്റെ വലുപ്പം, അതിൻ്റെ മഹത്വം, അതിൻ്റെ ഗൗരവം, അതിൻ്റെ പ്രാധാന്യം എത്രയാണ് നമുക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമുക്കത് നമ്മുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് റമളാനിലേക്ക് അങ്ങോട്ട് ആഴ്ന്നിറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിക്കുക. സത്യത്തിൽ റമളാൻ എന്നാൽ എന്താണ്? എന്താണ് അതിൻ്റെ പ്രത്യേകത? റമളാനിന് വല്ല പോരിശയുമുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് കാലത്തെങ്ങാനും ഇല്ല പ്രിയപ്പെട്ടവരെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഹിറാ ഗുഹയിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന ആയത്തുകളുമായി വരുന്നതോടു കൂടിയാണ് റമളാൻ പവിത്രമാക്കപ്പെടുന്നത്, പോരിശയാക്കപ്പെടുന്നത്. അതായത് റമളാനിന്റെ പോരിശ വിശുദ്ധ ഖുർആനിന്റെ പോരിശയാണ് എന്നർത്ഥം. വിശുദ്ധ ഖുർആൻ മാറ്റി നിർത്തിയാൽ റമളാനിന് യാതൊരു പ്രത്യേകതയുമില്ല. നാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിശുദ്ധ ഖുർആൻ മാറ്റി നിർത്തിയാൽ, നാം വിശുദ്ധ ഖുർആൻ ഈ മാസത്തിൽ പാരായണം ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്നതിന് മെനക്കെടാതിരുന്നാൽ, അതിന് സമയം കണ്ടെത്താതിരുന്നാൽ നമ്മുടെ റമളാനിന് പോരിശയൊന്നുമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് പറയും, കാന യുദാരിസുൽ ഖുർആന മർറതൈനി ഫീ ആമിൽ ലദീ മാത ഫീ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ വർഷത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം നേർക്ക് നേരെ നബിയുടെ മുമ്പിൽ വന്നു നിന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് 2 ഖത്മ് തീർപ്പിക്കുകയുണ്ടായി, ഓതിപ്പിക്കുകയുണ്ടായി എന്ന്. മൂമിനീങ്ങളെ, റമളാൻ 6ാമത്തേതാണ്. എത്ര എണ്ണം തീർക്കാൻ നമുക്ക് സാധിച്ചു? എത്ര ജുസ് തീർക്കാൻ നമുക്ക് സാധിച്ചു? നമ്മൾ നോക്കിക്കോളൂ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, 1, 2, 3 ദിവസം കൊണ്ട് ഖുർആൻ മുഴുവൻ ഓതി തീർത്തു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അയാൾക്ക് ഇതിനൊന്നും മനസ്സിലായിട്ടില്ല എന്ന് നിങ്ങൾ വിചാരിച്ചോളൂ. പക്ഷേ റമളാൻ മാസം വന്നാൽ ഇതേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു 1 ദിവസത്തിൽ 1 ഖത്മ എന്ന രൂപത്തിൽ 30 റമളാനിൽ 30 ഖത്മ തീർക്കുമായിരുന്നു എന്നാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു 3 ദിവസങ്ങളിൽ 1 ഖത്മാക്കി തീർക്കുമായിരുന്നു. തമീം താരി റളിയല്ലാഹു അൻഹു 7 ദിവസത്തിൽ ആഴ്ചയിൽ 1 ഖത്മ തീർക്കുമായിരുന്നു. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു 8 ദിവസത്തിൽ 1 ഖത്മ തീർക്കുമായിരുന്നു. കൂടുതൽ ആഴത്തിലേക്ക് വായന ചെന്നപ്പോൾ കണ്ടെത്താൻ സാധിച്ച ഒരു സംഗതി, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു റമളാൻ മാസം വന്നാൽ പഠനം നിർത്തും, പഠിപ്പിക്കൽ നിർത്തും, ഹദീസ് ക്ലാസ്സുകൾ നിർത്തും, എല്ലാ പരിപാടികളും നിർത്തിയിട്ട് ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി മാത്രമായി റമളാൻ മാസത്തെ ഉപയോഗപ്പെടുത്തുമായിരുന്നു, വിനിയോഗിക്കുമായിരുന്നു എന്നാണ്. റമളാൻ ഖുർആൻ പഠിക്കാനുള്ള മാസമല്ല, അത് പാരായണം ചെയ്യാനുള്ള മാസമാണെന്നാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞിരുന്നത്.
അദ്ദേഹം റമദാനിന്റെ പകലുകളിൽ മാത്രമായി ഒരു ഖത്തമും രാത്രികളിൽ മാത്രമായി മറ്റൊരു ഖത്തമും തീർക്കുമായിരുന്നു എന്ന് പണ്ഡിതന്മാർ അവരുടെയൊക്കെ ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോ സെഹുറു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. നമ്മള് റമദാനിനോട് കാണിക്കേണ്ടുന്ന ആദരവിൽ ആദ്യത്തേത് വിശുദ്ധ ഖുർആൻ നിരന്തരമായി പാരായണം ചെയ്തുകൊണ്ടിരിക്കുക എന്നതാണ്. 10 മിനിറ്റ് ഒഴിവ് കിട്ടിയാൽ ആ 10 മിനിറ്റ് ഖുർആൻ പാരായണം ചെയ്യും ഞാൻ എന്നാണ്ട് തീരുമാനിച്ചിട്ട് റമദാനിലേക്ക് കടന്നു പോകാൻ ശ്രമിക്കുക. നമുക്കതിന്റെ പഠനമാവാം, അതിന്റെ ചർച്ചയാവാം, പക്ഷെ പാരായണത്തിൽ ഒരു തരത്തിലുള്ള കുറവും വരാതെ നമ്മൾ നോക്കണം. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതാക്കും ശഹറുൽ ഖുർആൻ എന്നാണ്. നിങ്ങൾക്ക് വിശുദ്ധ ഖുർആനിന്റെ മാസം ഇതാ വന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ മാസം ശഹറുൽ ഖുർആൻ. അപ്പോ നമ്മുടെ ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട നിലപാടുകൾ നമ്മളൊന്ന് പരിശോധിക്കണം. അതിലൊരു തിരുത്തൽ വേണ്ടതുണ്ടെങ്കിൽ തിരുത്തണം. ഇതുവരെ പാരായണം ചെയ്തിരുന്നതിൽ കൂടുതൽ പാരായണം ചെയ്യാൻ തീരുമാനിക്കണം. ഒരു പക്ഷേ നാളത്തെ പകലിലാക്കാമെന്ന് വിചാരിച്ചാൽ നമ്മൾ ഇവിടെ ഉണ്ടാകുമെന്ന് ഒരു ഉറപ്പുമില്ലല്ലോ നമുക്ക്. പ്രത്യേകിച്ച് നമ്മുടെ മക്കളിലും പേരക്കുട്ടികളിലും പെട്ട ചിലർ നമ്മളെ തലമണ്ടക്കടിക്കാനുള്ള ചുറ്റിക മുതോമ്പുറത്ത് വെച്ച് നടക്കുന്ന കാലത്താണ് നമ്മളുള്ളത് അല്ലേ? നമ്മൾ സ്കൂളിൽ പറഞ്ഞുവിടുന്ന 15 വയസ്സുകാരനെ തലയോട്ടി അടിച്ചു പൊട്ടിക്കാൻ തയ്യാറായി നിൽക്കുന്ന വേറെ ചിലർ പുറത്തു നിൽക്കുന്ന കാലത്താണ് നമ്മൾ ഉള്ളത് എന്നത് എല്ലാ കാലത്തെക്കാളും കൂടുതൽ മരണം നമ്മളോട് അടുത്തു നിൽക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്താൻ ഓർമ്മ വെക്കാൻ നമുക്ക് കൂടുതൽ ബാധ്യതയുള്ള കാലമാണ്. നമ്മുടെ മക്കൾ അങ്ങനെയാണ് എന്നല്ല, ആവണമെന്നല്ല, ആവാതിരിക്കട്ടെ എന്നാണ് നമ്മുടെ ഉള്ളുരുകിയ പ്രാർത്ഥന. പക്ഷേ നമ്മൾ ചിലതൊക്കെ ഉൾക്കൊള്ളേണ്ടതുണ്ട്. മക്കളെ മതബോധത്തിൽ നിന്ന് അകറ്റി മക്കളെ ദുനിയാമോഹികളാക്കി വളർത്തിയ ഒരു സമുദായത്തിന് സ്വാഭാവികമായും നേരിടേണ്ടി വരുന്ന തിരിച്ചടികളാണ് ഇതെല്ലാം എന്നുകൂടി സന്ദർഭോചിതമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ആ നമ്മുടെ പ്രാർത്ഥന അതൊരു വിളിയാളമാണ്, അതൊരു ഓർമ്മപ്പെടുത്തലാണ്. എനിക്ക് ലഭിക്കുന്ന ഓരോ സന്ദർഭവും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അല്ലാഹുമ്മ ജഅൽ ഖൈറ അഅ്മാലി യൗമ അൽഖാക എന്നാണ്. അല്ലാഹുവേ, ഞാൻ ചെയ്യുന്ന ഏറ്റവും നല്ല സൽക്കർമ്മം അത് ഞാൻ ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്ന സമയത്തേക്ക് ആക്കി തരയണമേ എന്ന് ഓരോ ദിവസവും സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചാണ് നമ്മൾ പോകേണ്ടത് എന്നർത്ഥം. പ്രിയപ്പെട്ടവരെ, ഒരു നന്മ ചെയ്താൽ മറ്റു കാലങ്ങളിൽ ഒരു സുന്നത്ത് ചെയ്ത കൂലി കിട്ടുന്ന കാലമാണിത്. ഒരു സുന്നത്തിന് മറ്റു കാലങ്ങളിൽ ഒരു ഫറലിന്റെ പ്രതിഫലം ലഭിക്കുന്ന കാലമാണിത്. ഒരു ഫറലിന് മറ്റു കാലങ്ങളിൽ ചുരുങ്ങിയത് 70 ഫറലെങ്കിലും എടുത്തതിന്റെ കൂലി കിട്ടുന്ന കാലമാണിത്. ഓഫറുകളുടെ പെരുമഴക്കാലമാണ് എന്നർത്ഥം. ഓഫറുകളുടെ പെരുമഴക്കാലമാണ്. അത് വാങ്ങിയാൽ ഇത് ഫ്രീ എന്ന് പറയുമ്പോൾ അവിടെ കിടിച്ചു കയറാൻ ഈ സമുദായത്തിന് ആളുകളുണ്ട്. അള്ളാഹു നൽകുന്ന ഓഫറുകൾക്ക് എവിടെയാണ് ആളുകളുടെ മനസ്സ് നിൽക്കുന്നത് എന്നത് നമ്മൾ ആലോചിക്കുക. അപ്പൊ തിരിച്ചു നടക്കുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടത് നമുക്കുണ്ടാവുന്ന അപ്പുറവും ഇപ്പുറവുമുള്ള 2 സാക്ഷികളെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ ഖുർആനു വർ റമളാൻ എന്നാണ്. അൽ ഖുർആനു വർ റമളാൻ, ഖുർആനും റമളാനും ഒരാളെ വിചാരണ ചെയ്യാൻ അള്ളാഹു വിളിക്കുമ്പോൾ അയാളുടെ ഇടം വലം നിന്ന് അയാളോടൊപ്പമുണ്ടാകും. എന്ന് കൂടി പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുകിൽ അയാൾക്ക് അനുകൂലമായ ഖുർആനും റമളാനും സാക്ഷി പറയും. എന്താണ് അവർ പറയുക? അള്ളാഹുവേ, ഇയാൾ ഉറക്കവും മറ്റു കാര്യങ്ങളും ദുനിയാമോഹങ്ങളും എല്ലാം വെടിഞ്ഞ് എനിക്ക് വേണ്ടി എന്നെ പാരായണം ചെയ്യാൻ വേണ്ടിയാണ് സമയം നീക്കി വെച്ചത്. ഫശഫഅനി, അതുകൊണ്ട് ഇയാളുടെ പാപങ്ങളൊക്കെ മാപ്പാക്കി ഇയാൾക്ക് വേണ്ടി ഞാൻ നടത്തുന്ന ശുപാർശ സ്വീകരിക്കണമേ എന്ന് പരിശുദ്ധ ഖുർആൻ പറയും. റമളാൻ പറയും, പടച്ചോനെ, ഇയാളുടെ ഭക്ഷണവും വെള്ളവും വ്യാമോഹങ്ങളും ശാരീരിക മോഹങ്ങളും ഒക്കെ മാറ്റിവെച്ചത് മിന്നജലി, ഞാനുണ്ട് അയാളുടെ കൂടെ റമളാനാണെന്ന് വിചാരിച്ചിട്ടാണ്. ഫശഫഅനി, അതുകൊണ്ട് എന്റെ ശുപാർശ സ്വീകരിക്കണമേ എന്ന് റമളാനും പറയും. ആ 2 ശുപാർശ
ശുപാർശയും സ്വീകരിച്ച് അയാളുടെ വീഴ്ചകൾ മാപ്പാക്കി അയാൾക്ക് അല്ലാഹു സ്വർഗപ്രവേശനം അനുവദിക്കുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഇന്ന് നമ്മളിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ ഈ രണ്ടാളുകൾ എങ്ങനെയാണ് നമുക്ക് സാക്ഷി പറയുക? നോക്കൂ നിങ്ങൾ, ഔ അലൈഹി എന്നും പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ എതിരായി സാക്ഷിയായി വരും. പഠിച്ചോനെ, ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ഓന്റെ മൊബൈലിൽ ഞാനുണ്ടായിരുന്നു, ഓന്റെ സിസ്റ്റത്തിൽ ഞാനുണ്ടായിരുന്നു, ഓന്റെ മനസ്സിൽ ഞാനുണ്ടായിരുന്നു, വീട്ടിൽ നടക്കണോടത്തൊക്കെ ഖുർആൻ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്ന് തിരിഞ്ഞു നോക്കിയില്ല, വേറെ പലതിലായിരുന്നു ഓന്റെ താല്പര്യം. അതുകൊണ്ട് എന്നെ അപമാനിച്ച ഇവനെ വെറുതെ വിടരുത് പടച്ചവനെ എന്നെങ്ങാനും നമുക്കെതിരെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി തീർക്കല്ലേ പ്രിയപ്പെട്ടവരെ. നോമ്പൊക്കെ ആയിരുന്നു, പക്ഷെ നാവ് ഒതുങ്ങിയിരുന്നില്ല, സംസാരം ഒതുങ്ങിയിരുന്നില്ല, കാഴ്ചയും കേൾവിയും ഒന്നും ഒതുങ്ങിയിരുന്നില്ല. പേരിനോ നോമ്പുകാരനായിരുന്നു, എന്നെ മാനം കെടുത്തി എന്നെങ്ങാനും റമദാൻ പറയുമോ എന്നതും നമ്മള് ആലോചിക്കേണ്ടതുണ്ട്. അപ്പൊ ഇത് വിശുദ്ധ ഖുർആനിന്റെ മാസമാണ് പരമാവധി. രണ്ടാമത്, ഈ മാസത്തിൽ നമ്മൾ നടത്തേണ്ടുന്ന ഏറ്റവും വലിയ ഇബാദത്തുകളിൽ ഒന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് പ്രാർത്ഥനയും ഇസ്തിഗ്ഫാറും തൗബയുമാണ് എന്നാണ്. ഈ റമളാനിന്റെ വിധിവിലക്കുകൾ പറയുന്നതിനിടയിലാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാൻ ഫൽയസ്തജീബു ലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർശുദൂൻ. ഞാൻ എവിടെയാണ്, എങ്ങനത്തവനാണെന്നെ പറ്റി ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ അവരുടെ ടുത്തുണ്ട് എന്നവരോട് പറയുക. വേണ്ട രീതിയിൽ എന്നെ അനുസരിച്ച് ജീവിക്കുന്നവർ എന്നെ വിളിച്ചാൽ, പ്രാർത്ഥിച്ചാൽ ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് അവർക്ക് ഉത്തരം നൽകും എന്നും അവരോട് പറഞ്ഞേക്കുക എന്ന് പറഞ്ഞത് ഈ റമളാനിന്റെ വിധിവിലക്കുകൾക്കിടയിലാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് നമുക്ക് കാണാൻ കഴിയും. വതൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ തൗബ ചെയ്യുക, ഒന്നൊഴിയാതെ എല്ലാവരും തൗബ ചെയ്യുക. തൗബ ചെയ്യുക എന്ന തൗബ എന്ന് പറഞ്ഞാൽ ഏറ്റുപറയുക എന്ന അർത്ഥം. ഏറ്റുപറയുക. ആദം അലൈഹിസ്സലാമിനൊരു ചെറിയ അബദ്ധം സംഭവിച്ചല്ലോ, നമുക്കറിയുന്ന കാര്യമാണല്ലോ. ആദം അലൈഹിസ്സലാമിനോട് അള്ളാഹു ആ മരത്തിലെ പഴം തിന്നരുത് എന്ന് പറഞ്ഞു. പക്ഷെ അവരത് തിന്നുപോയി. തിന്നുപോയിട്ട് അള്ളാഹു ചോദ്യം ചെയ്തപ്പോൾ അത് ഞാൻ അറിയാതെ പറ്റിപ്പോയതാണ്, ആ മരാന്ന് എനിക്ക് മനസ്സിലായില്ല, അത് പിന്നെ ശൈത്താന്റെ പിന്നാലെ കൂടിയതാണ്, ഹവ്വ എന്നെ പേപ്പിച്ചതാന്നൊക്കെ നമ്മൾ നാട്ടിൽ പറയുന്ന ഈ ന്യായങ്ങളുണ്ടല്ലോ, ഈ വീണടത്തുകാർത്ത് ഉരുളണ പരിപാടി, അതിലിപ്പോ നടന്നുകൊണ്ടിരിക്കണ്. പറ്റിപ്പോയതാണ്ട് സമ്മതിക്കൂല. അത് സമ്മതിച്ച എന്തൊക്കെയോ തകർന്നു ചാടാനുണ്ടെന്നാ. അപ്പൊ അത് സമ്മതിച്ചിട്ടില്ലെങ്കിൽ പലതും തകരാനുണ്ട്. കാരണം ആദം അലൈഹിസ്സലാമിനൊരു അബദ്ധം സംഭവിച്ചു എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു. ആദം അലൈഹിസ്സലാം ഒരു അക്രമം ചെയ്തു എന്നോ തെറ്റ് ചെയ്തു എന്നോ ആദം അലൈഹിസ്സലാം പിഴച്ചുപോയി എന്നൊന്നും അല്ല പറഞ്ഞില്ല. ഫനസിയ, അത് തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ കാര്യം അദ്ദേഹം മറന്നുപോയി എന്നാ പറഞ്ഞത്. ഫനസിയ, ഒരു മറവി പറ്റിപ്പോയില്ല. പക്ഷെ ആദം അലൈഹിസ്സലാമിന് തോന്നിയത് അങ്ങനെയല്ല, ഈക്കൊരു മറവി പറ്റിയതാണ്, അള്ളാഹ് കൊടുക്കണെന്നല്ല പറഞ്ഞു. ആദം അലൈഹിസ്സലാം പറഞ്ഞത് റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. പടച്ചവനെ, അക്രമം പ്രവർത്തിച്ചു പോയി, എതിര് ചെയ്തു പോയി, ചെയ്യാൻ പറഞ്ഞതിന്റെ അപ്പുറം ചെയ്തു പോയി, പറഞ്ഞതനുസരിച്ചില്ല. റബ്ബേ, നീ അത് മാപ്പാക്കി തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോകും. പഠിച്ചോനെ, നിന്റെ നിഅമത്തും റഹ്മത്തും കിട്ടിയിട്ടില്ലെങ്കിലും പരാജയപ്പെട്ടു പോകും പഠിച്ചോനെ എന്നാ പറഞ്ഞ്. അത് ഉരുളെന്നാന്നർത്ഥം. അതാണ് തൗബ. ഏത്? അവനവന് സംഭവിച്ച റബ്ബിനോട് ഏറ്റു പറയാ. റബ്ബിനറിയാലോ എന്താ സംഭവം എന്ന്. ഏറ്റു പറയാ. ഇനി അത് ചെയ്യൂലെന്ന് ഉറപ്പിക്കുക. പറ്റിപ്പോയ തെറ്റിൽ ആ മരണം വരെ സങ്കടമുണ്ടായിരിക്കുക. ഇങ്ങനെ 3 നിബന്ധനകളുണ്ട് തൗബക്ക് എന്നത് മുഅ്മിനീങ്ങൾ മനസ്സിലാക്കുക. ഈ യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയും സൂറത്ത് പിന്നെ അംബിയായിലെ, പിന്നെ അദ്ദേഹത്തിന്റെ ആളുകൾ അദ്ദേഹം പറഞ്ഞത് കേട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ആളുകൾ വല്ലാതെ ആക്രമിച്ചു പോയി. അങ്ങനെ ഒരു സമയത്ത് അദ്ദേഹം ദേഷ്യപ്പെട്ടിട്ട് ഇറങ്ങിപ്പോയി നാട്ടിന്ന്. ഖുർആൻ പറയുമ്പോൾ ദന്നൂനി ഇദ്ഹബ മുഗാലിബൻ ഫളന്ന അല്ലൻ നഖ്ദിർ അലൈഹി വനാദാ ഫിൽ ളുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത ഇന്നി കുൻതു സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ.
യൂനുസ് നബി ആണ്ട് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. പോയപ്പോ അദ്ദേഹത്തിന്റെ വിചാരം അദ്ദേഹത്തെ ആർക്കും ഒന്നും ഇനി ചെയ്യാൻ കഴിയൂലെന്നാ. പക്ഷെ പോയിട്ട് കപ്പലിൽ കയറുന്നു, ആ കടലിൽ ചാടുന്നു, മത്സ്യത്തിന്റെ വയറ്റിലകപ്പെടുന്നു. അവിടെ കിടന്നിട്ട് ഒരു ഒറ്റ നെലവിളിയാണ്. എന്താ നെലവിളി അറിയുകള്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. റബ്ബേ, നീ അല്ലാതെ ഒരു ഇലാഹില്ല, അതെനിക്ക് എല്ലാ കാലത്തും ഉറപ്പാണ്. നീ പരിശുദ്ധനാണ് എന്നതും ഉറപ്പാണ്. ഞാൻ ചെയ്തത് അത്രയും അക്രമമായി പോയി, പടച്ചോനെ മാപ്പാക്കണേ. റബ്ബിന്റെ ഈതറികള് ഫസ്തജബ്നാ ലഹു വനജയ്നാഹു മിനൽ ഗമ്മി വകദാലിക നുൻജിൽ മുഅ്മിനീൻ. ആ പശ്ചാത്താപം, ആ തൗബ ഞാൻ കേട്ടു, ഞാനത് സ്വീകരിച്ചു. അദ്ദേഹത്തെ നാം സുരക്ഷിതനായി കരയിലേക്ക് അടുപ്പിച്ചു. അക്കരെ പറഞ്ഞിട്ട് അള്ളാഹ് അവസാനിപ്പിക്കണത് വകദാലിക നുൻജിൽ മുഅ്മിനീൻ. ഈമാനുള്ള ആളുകൾക്ക് ഇതെപ്പോഴും ഒരു പാഠമാണ്. അവർ തെറ്റ് ചെയ്താൽ, അവരെ ഏറ്റു പറഞ്ഞാൽ, അവരുടെ എല്ലാ ആപത്തുകളിൽ നിന്നും ഞാൻ അവരെ രക്ഷപ്പെടുത്തും എന്നുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് തൗബയുടെ മാസമാണ്. എങ്ങനെ തൗബ ചെയ്യണമെന്ന് വെച്ചാൽ അല്ലാഹ് പറയാ തൂബൂ യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹാ. മനസ്സിൽ തട്ടി ആത്മാർത്ഥമായി വേണമെന്ന് വെച്ച് തൗബ ചെയ്യണം. ഒരു പേരിനല്ല, അള്ളാന്റെ മുമ്പിലല്ലാതെ ആരോടാ നമ്മളിത് പറയാ? നമുക്ക് ഇങ്ങോട്ട് ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ. വല്ലാത്തൊരു സാന്ത്വനാണ്. കയ്യും കണക്കുമില്ലാതെ തെറ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്ന എൻ്റെ അടിയാറുകളോട് പറഞ്ഞേക്ക് നബിയെ, ഞാൻ അവർക്ക് കരുണ കാണിക്കില്ല, അവരോട് കരുണ കാണിക്കില്ല എന്ന് അവർ നിരാശപ്പെടാതിരിക്കണം. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. സർവം മാപ്പാക്കി തരാൻ അല്ലാഹു സർവസന്നദ്ധനാണ്, സദാസമയം തയ്യാറാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം എന്ന സൂറത്ത് ആൽ ഇംറാനിലേക്ക് എത്തുമ്പോൾ അല്ലാഹു പറയും, അല്ലാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആളുകളുടെ കഥ പറയും. അല്ലാഹു പറയും വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് വലം യുസിറൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ. അല്ലാഹ്ക്ക് ഇഷ്ടപ്പെട്ട അടിമകൾ, അവരിൽ നിന്ന് വല്ല അബദ്ധവും വീഴ്ചയും വൃത്തികേടും ചീത്തയും സംഭവിച്ചാൽ പടച്ചോനെ എന്നവർക്കൊരു ഞെട്ടലുണ്ടാകും. ആ ഞെട്ടലിൽ നിന്ന് വസ്തഗ്ഫറൂ ലിദുനൂബിഹിം, അവരപ്പം തന്നെ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. റബ്ബല്ലാതെ ആരാണ് മാപ്പ് നൽകാൻ? ഞാനത് നൽകാം. പക്ഷേ വലം യുസിറു അലാ മാ ഫഅലൂ, ചെയ്ത തെറ്റിൽ അവർ ഉറച്ചു നിൽക്കുകയില്ല. വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് ആ തെറ്റ് ആവർത്തിക്കുകയില്ല. ആ ഒരു സ്വഭാവ സംസ്കാരം കൂടി അവർ കാണിച്ചിട്ടുണ്ടാകുമെന്ന് അല്ലാഹു പറഞ്ഞു. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇത് ഖുർആന്റെ മാസമാണ്, ഇത് തൗബയുടെ മാസമാണ്. മനസ്സുരുക്കാൻ ശ്രമിക്കുക, അള്ളാഹുവിലേക്ക് കൂടുതൽ അണയാൻ ശ്രമിക്കുക. വിശുദ്ധ ഖുർആനിനോളം അള്ളാഹുവിലേക്ക് നമ്മൾ അടുപ്പിക്കുന്ന വേറൊരു ഗ്രന്ഥമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനെ കുറിച്ച് പറഞ്ഞെന്തറിയോ? കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ എന്നാണ്. ഈ ഗ്രന്ഥം നബിയെ ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിച്ച് തന്നിട്ടുള്ളത്, ഇത് വായിക്കുന്ന മനുഷ്യന്മാരൊക്കെയും അവരുടെ ജീവിതത്തിൽ എല്ലാ വിധത്തിലുള്ള അജ്ഞതകളിൽ നിന്നും ഇരുട്ടുകളിൽ നിന്നും വെളിച്ചത്തിലേക്ക് അവരങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, തൗഹീദിലേക്ക് അള്ളാന്റെ ഇഷ്ടത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇറക്കി തന്ന ഗ്രന്ഥാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അഹ്ലുൽ ഖുർആനി അഹ്ലുല്ലാഹി വ ഖാസ്സതുഹു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഖുർആനിന്റെ ആളുകൾ അള്ളാന്റെ ആളുകളാണ്, മാത്രല്ല അവർ അള്ളാന്റെ സ്വന്തക്കാരാണ് എന്നുകൂടി പറഞ്ഞു. അതുകൊണ്ട് അബ്ശിറൂ യാ ഉമ്മത്തൽ ഖുർആൻ, ഖുർആന്റെ അനുയായികളെ നിങ്ങൾ സന്തോഷിക്കുവീൻ. ഫൈന ഹാദൽ ഖുർആന തർഫുഹു ഫീ യദില്ലാ. ഈ ഖുർആനിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഇതിന്റെ ഒരറ്റം അള്ളാന്റെ കയ്യിലാണ്. വതർഫുഹു ഫീ ഐദീകും, മറ്റേ അറ്റം നിങ്ങളുടെ കയ്യിലും. അതുകൊണ്ട് അല്ലു അലൈഹി ബിന്നവാജിദ്,
അണപ്പല്ലുകൊണ്ട് കടിച്ച് പിടിക്കുവീൻ. ഖുർആനെ വിടരുത് ജീവിതത്തിൽ, അള്ളാഹു നിങ്ങളെ കരകയറ്റും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള പരിഹാരം, എല്ലാ മാനസിക പ്രയാസങ്ങൾക്കുമുള്ള പരിഹാരം, എല്ലാ വിഷമങ്ങൾക്കുമുള്ള സാന്ത്വനം, എല്ലാ വൃത്തികേടുകളിൽ നിന്നുമുള്ള രക്ഷ, അള്ളാഹുവിൻ്റെ കോപതാപങ്ങളിൽ നിന്നുള്ള രക്ഷ, സിറാത്തുൽ മുസ്തഖീമിലൂടെ നടക്കാനുള്ള തൗഫീഖിനുള്ള മാർഗം, സ്വർഗപ്രവേശനത്തിനുള്ള മാർഗം, എല്ലാമായി അള്ളാഹു കനിഞ്ഞരുളിയ മഹാത്ഭുതത്തിന്റെ കാലമാണ് റമളാൻ. ആ റമളാനിനെ പരമാവധി ഉപയോഗിക്കുവാൻ നമ്മൾ ശ്രമിക്കുക, നിരന്തരം പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അസീസുൽ ഗഫാർ. اللهم صل وسلم وبارك على محمد وعلى ال محمد كما صليت وباركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اما بعد ايها الاخوان اتقوا الله وكونوا عباد الله. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാവാൻ ലഭിച്ച ഈ അവസാനത്തെ അവസരം പരമാവധി വിനിയോഗിച്ച് സ്വർഗം നേടുവാൻ പരമാവധി പരിശ്രമിക്കുക, നിരന്തരം പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇത് ഖുർആനിൻ്റെ മാസമാണ്, ക്ഷമയുടെ മാസമാണ്, പ്രാർത്ഥനയുടെ മാസമാണ്. റമളാനിൻ്റെ പേരുകൾ അങ്ങനെയാണ്: ഷഹ്റുൽ ഖുർആൻ, ഷഹ്റു സ്വബർ, ക്ഷമയുടെ മാസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ റമളാൻ മാസം വന്നാൽ നാവ് ഒതുക്കണം. ഫല യസ്ഹബ് വല യർഫുസ്, ഒച്ചയും വിളിയും കൂട്ടി നടക്കരുത്, വൃത്തികേട് പറയരുത്. വൈൻ സാബഹു അഹദുൻ ഔ ഖാത്തലഹു, ആരെങ്കിലുമൊക്കെ ഇങ്ങോട്ട് വൃത്തികേട് പറയാൻ വന്നാലും, ആരെങ്കിലുമൊക്കെ ഇങ്ങോട്ട് ഒച്ചയും വിളിയും കൂട്ടാൻ വന്നാലും അവർക്ക് നോമ്പില്ലായിട്ടാ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഫല്യഖുൽ ഇന്നി സായിം, ഇന്നി സായിം, ഈക്ക് നോമ്പാന്ന് പറഞ്ഞ് മെല്ലെ അവിടെ നിന്ന് മാറിയേക്ക്. അതിന് മറുപടി പറയാൻ വരെ പോകരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ക്ഷമയാണ് റമളാൻ പഠിപ്പിക്കുന്ന ഏറ്റവും മികച്ച ഗുണങ്ങളിലൊന്ന്. ക്ഷമിക്കാനുള്ള കഴിവ് നടലാണ്. ക്ഷമ എന്താണെന്ന ചോദ്യത്തിൻ്റെ മറുപടി അസ്വബുറു ഉമ്മു മക്കാരിമിൽ അഖ്ലാഖ് എന്ന, എല്ലാ സൽസ്വഭാവങ്ങളും ഉടലെടുക്കുന്നത് ക്ഷമയിൽ നിന്നാണ്. ക്ഷമയില്ലെങ്കിൽ മറ്റൊന്നുകൊണ്ടും നിലനിൽപ്പില്ല. അതുകൊണ്ട് തന്നെ വസ്വബുറു ലൈസ ലഹുൽ ജസാഉ ഇല്ലൽ ജന്ന എന്ന് കാണാം. സ്വർഗമാണ് ക്ഷമയുടെ പ്രതിഫലം. യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ മക്കൾ യൂസുഫ് അലൈഹി സ്വലാമിനെ പൊട്ടക്കിണറ്റിലെറിഞ്ഞിട്ട് വന്നിട്ട് കളവ് പറഞ്ഞപ്പോൾ യാക്കൂബ് നബി മക്കളെ ചീത്ത പറയുന്നതിന് പകരം പറഞ്ഞത് ഫസ്വബുറുൻ ജമീൽ അല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. ഞാൻ ക്ഷമിച്ച്, എന്താ സംഗതി എന്ന് എനിക്കറിയില്ല, പടച്ചോൻ എന്നെ സഹായിക്കാതിരിക്കൂല. ഫസ്വബുറുൻ ജമീൽ എന്ന 40 വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ മകനെ നഷ്ടപ്പെട്ട കാര്യം ഇതേ മക്കൾ തന്നെ വന്ന് പറഞ്ഞപ്പോഴും ആ മഹാനുഭാവനായ പിതാവിന് പറയാനുണ്ടായിരുന്നത് ഇതേ വാക്കാണ്, ഫസ്വബുറുൻ ജമീൽ. ഞാൻ എപ്പോഴും ക്ഷമിച്ചു, ഞാനിപ്പോഴും ക്ഷമിച്ചു എന്നാണ്. ആ പാതയാണ് നമ്മുടേത്. എല്ലാ തരത്തിലുള്ള അക്രമങ്ങളും നേരിടേണ്ടി വന്നപ്പോഴും ശത്രുക്കൾക്കെതിരെ ഒരു വ്യക്തിപരമായ രീതിയിൽ ഒരു വാക്കോ ഒരു നോക്കോ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നില്ലാതിരുന്നതും ഇതേ ക്ഷമയാണ്. ഈ ക്ഷമ പഠിപ്പിക്കുന്ന മാസമാണ് റമളാൻ. അതോടൊപ്പം പ്രാർത്ഥനയുടെ മാസമാണ് റമളാൻ. മറ്റൊരു പേര് ഷഹ്റുൽ മുവാസാത്ത് എന്നാണ്. ഇത് സമപേര് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ മാസം കൂടിയാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു പൈസ, ഒരു ചെറിയ ഗുണം. സ്വഹാബത്തിനെ കുറിച്ച് അവരുടെ നോമ്പ് പഠിക്കുമ്പോൾ വായിക്കാൻ കഴിയുന്ന കാണാം. കാനൂ ലാ യതഖാഅസൂന അൻ ഫിഅലിൽ ഖൈർ, കാനൂ ലാ യതഖാഅസൂന അൻ ഫിഅലിൽ ഖൈർ. ഒരു നന്മ ചെയ്യാൻ കിട്ടുന്ന ഒരവസരവും അവർ പാഴാക്കാറില്ല. ഒരു നന്മ ചെയ്യാൻ കിട്ടുന്ന ഒരവസരവും റമളാൻ വന്നാൽ അവർ പാഴാക്കുകയില്ല. മാത്രമല്ല, ആ നന്മ മറ്റാരെങ്കിലും ചെയ്ത് എൻ്റെ അവസരം നഷ്ടപ്പെടുമോ എന്ന ബേജാറിൽ ആ നന്മ എനിക്ക് കിട്ടണം എന്ന് വിചാരിച്ച് അവർ അതിനു വേണ്ടി മത്സരിക്കുമായിരുന്നു എന്നും കാണാം. ഞാൻ പറഞ്ഞ എന്തെങ്കിലും ദുരുദ്ദേശം വെച്ചല്ല, നമുക്ക് ലഭ്യമായത് അത് അള്ളാഹുവിലേക്ക് വിടുമ്പോഴാണ് നമുക്കത് കൂടെ കൊണ്ടുപോകാൻ കഴിയുക എന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ളതെല്ലാം നമ്മുടേതല്ലാതാകുന്ന ഒരു നിമിഷത്തിന് മുമ്പ് അത് നമ്മുടേതാക്കി തീർക്കാനുള്ള ശ്രമമാണ് റമളാനിൽ നമ്മൾ നടത്തേണ്ടതും ശീലിക്കേണ്ടതും എന്നർത്ഥം.
എന്തെല്ലാം ഒരു കൂട്ടി വെച്ചാലും അലി റളിയല്ലാഹു അൻഹു പറയും അൽ ബഖീലു ഖാസിനുല്ലി വറസത്തിഹീന. അൽ ബഖീലു ഖാസിനുല്ലി വറസത്തിഹി. നല്ല ഭക്ഷണം കഴിക്കാതെ, നല്ല വസ്ത്രം ധരിക്കാതെ, നല്ല വീടുണ്ടാക്കാതെ, നല്ല വാഹനം വാങ്ങാതെ, നല്ല ചികിത്സ നടത്താതെ അതിങ്ങനെ കൂട്ടി 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 വെക്കുന്നവൻ ആകെ ഓനെ കൊണ്ടൊരു ഉപകാരം ഓൻ്റെ അനന്തരാവകാശികൾക്ക് മുതലുണ്ടാകും എന്നത് മാത്രമാണ്. അതുകൊണ്ട് ഓനോ വേറെ ആൾക്കോ ഒരു ഉപകാരവും കിട്ടൂല. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഒരു ബുഖില് വേണ്ട. നമുക്ക് അല്ലാഹു നൽകിയത് നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് നമുക്കതിൻ്റെ ഇരട്ടിയായി തിരിച്ചു തരാമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് വാക്ക് തന്നിട്ടുണ്ട്. ഞാൻ പിന്നെയും പറയും, റമദാൻ ഓഫറുകളുടെ പെരുമഴക്കാലമാണ്. അത് നന്മകളുടെ പെരുമഴക്കാലമാണ്, പുണ്യങ്ങളുടെ പെരുമഴക്കാലമാണ്, സ്വർഗം മോഹികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാലമാണ്. ഇബാദത്തുകളിൽ മുഴുകാൻ ശ്രമിക്കുന്നവർ തെരഞ്ഞെടുത്തിരുന്ന മാസമാണത്. അത് തന്നെയാണ് നമ്മളും ആവേണ്ടത്. അങ്ങനെ തന്നെയാണ് നമ്മൾ റമദാനിനെ കാണേണ്ടത്. അത്തരമൊരു റമദാനായി തീരാൻ ഇനിയുള്ള ദിനരാത്രങ്ങൾക്ക് വേണ്ടി നമ്മൾ പരമാവധി തയ്യാറെടുക്കുക, നിരന്തരമായി പ്രാർത്ഥിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, കുടുംബത്തെ കൂടി കൂടെ കൂട്ടുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലെ ഇബാദത്തുകളിലൊക്കെയും എന്നാണ്. ആ ഒരു തരത്തിലേക്ക് റമദാനിനെ മാറ്റാനും ഈ ഒരു റമദാൻ കൊണ്ട് കഴിഞ്ഞ കാല ജീവിതത്തിൽ വന്ന സകലമാന വിധത്തിലുള്ള വീഴ്ചകൾ അള്ളാഹു മാപ്പാക്കി തരുവാനും ഇടയാകുന്ന രൂപത്തിൽ പുണ്യവാന്മാരും പുണ്യവതികളുമായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ റമദാനിൻ്റെ രാവു പകലുകൾ പൂർണാർത്ഥത്തിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ വിനിയോഗിക്കാനുള്ള ആരോഗ്യവും ആയുസ്സും സന്മനസ്സും ഈമാനും തഖ്വയും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. പടച്ചവനെ, നിന്നെ മുൻനിർത്തി നിന്റെ വജ്ഹ് പ്രതീക്ഷിച്ച് ഞങ്ങൾ ചെയ്യുന്ന ഈ ഇബാദത്തുകൾ ഉൾപ്പെടെയുള്ളവ എല്ലാം അവയിൽ ഏറ്റവും നല്ല ഇബാദത്തിൻ്റെ ഗണത്തിൽപ്പെടുത്തി ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യുകയും അവക്ക് ഞങ്ങൾക്ക് അത്യുത്തമമായ പ്രതിഫലം നൽകുകയും ചെയ്യണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ മാപ്പാക്കണമേ റഹ്മാനെ. ഈ റമദാനിൻ്റെ പവിത്രതയ്ക്ക് നിരക്കാത്ത യാതൊന്നും വാക്കായോ പ്രവൃത്തിയായോ പെരുമാറ്റമായോ ചിന്തയായോ പോലും ഞങ്ങളിൽ നിന്നുണ്ടാവാതെ കാത്ത് രക്ഷിക്കണമേ റഹ്മാനെ. പിശാചി ബന്ധിക്കപ്പെടുമെന്ന് പറഞ്ഞ ഒരു കാലത്ത് ഞങ്ങളുടെ മനസ്സിൽ നിന്ന് എന്നേക്കുമായി പിശാചിനെ തളച്ചിടാൻ, അകറ്റി നിർത്താൻ ഞങ്ങൾക്ക് കരുത്ത് നൽകണമേ റഹ്മാനെ. സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെട്ട ഈ കാലത്ത് സ്വർഗ കവാടത്തിലെ 8 കവാടങ്ങളിലൂടെയും കടന്നു പോകാൻ പറ്റുന്ന രൂപത്തിലുള്ള തഖ്വ നിലനിർത്തുവാൻ, സമ്പാദിക്കുവാനും ഞങ്ങൾക്ക് സാധിക്കണം. തൗഫീഖ് നൽകുകണമേ റഹ്മാനെ. ഞങ്ങളുടെ രോഗങ്ങളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും എല്ലാം ശിഫയാക്കി തരണമേ റഹ്മാനെ. ഞങ്ങളുടെ സാമ്പത്തികവും മാനസികവും ശാരീരികവും കുടുംബപരവുമായ എല്ലാ തരത്തിലുള്ള വ്യസനങ്ങളും വിഷമങ്ങളും നീക്കി തരണമേ റഹ്മാനെ. ആരോഗ്യവും ദീർഘായുസ്സും ഈമാനും ഹിദായത്തും അമലു സ്വാലിഹാത്തുകൾ ചെയ്ത് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണമേ റഹ്മാനെ. കലിമത്ത് തൗഹീദ് ഉൾക്കൊണ്ട് റമദാനിൻ്റെ പവിത്രമായ സാഹചര്യം മനസ്സിൽ നിലനിൽക്കുന്ന സമയത്ത് ആ മനസ്സോടുകൂടി നിന്നെ കാണാൻ, ഇവിടെ ദുനിയാവിനോട് വിട പറയാനുള്ള തൗഫീഖ് നൽകപ്പെടുന്നവരിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ലിൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്റിനാ വഅജ്ർ വാലിദീനാ വഅഹ്ലീനാ മിനൻ നാർ. അല്ലാഹുമ്മ അത്വിൽ ഉംറനാ വഹസ്സിൻ അമലനാ വഹസ്സിൻ ആഖിബതി അംറനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഹ്ദിനാ സിറാത്തൽ മുസ്തഖീം صراط الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا وقيامنا وصيامنا وصالح أعمالنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ذنوبنا وخطايانا يا غافر المذنبين. وصلى الله وسلم على محمد.